ദേ അവൻ പോയി. എന്ത് പണിയാണോ ഇനി ഒപ്പിച്ച് വെക്കാൻ പോണത്? ഒന്ന് പേടിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞാൽ കയറി അടിച്ചിട്ട് വരുന്ന ജാതിയാ. എനിക്കറിയില്ല എന്താവുമെന്നിനി. അത് തന്നെ എൻ്റെയും പേടി. അവൻ പറഞ്ഞ എന്തോ മുട്ടൻ പണിയാണ് അവനിട്ട് കൊടുക്കാൻ പോണതെന്നാണ്. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. എല്ലാത്തിനും കാരണം അബിയാണ്. അവന് സൂര്യ കാണുമ്പോൾ കുറച്ച് ഇളക്കം കൂടുതലാണ്. ഈ വെറുതെ ഇരിക്കുന്ന പാമ്പിൻ്റെ വായിൽ കോലിട്ട് കുത്തുന്നത് പോലെ. കിട്ടുന്നത് മേടിച്ചു കൂട്ടട്ടെ. ശരിയാ നീ പറഞ്ഞത്. അബിക്ക് സൂര്യയെ കാണുമ്പോൾ കുറച്ച് ചൊറിച്ചിൽ കൂടുതലാണ്. കിട്ടുന്നത് മേടിച്ചു കൂട്ടട്ടെ. ഇനി നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കാനൊന്നും പോണില്ല. അവനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അവൻ പോയത് പ്രോഗ്രാം ഹാളിലേക്കായിരിക്കും. വാ, നമുക്കും അങ്ങോട്ട് പോവാം. ഹായ് കൂട്ടുകാരെ, ഇനിയൊരു കലക്കം പെർഫോമൻസുമായി എത്തുന്നത് നമ്മുടെ എല്ലാം മനം കവർന്ന ദി ഹാൻസം മാൻ, നമ്മുടെ കോളേജിലെ ചോക്ലേറ്റ് ബോയ് അഭിജിത്ത് വർമ്മയാണ്. വെൽക്കം ടു ദി സ്റ്റേജ് അഭിജിത്ത് വർമ്മ. എല്ലാവരും അറിഞ്ഞൊരു കൈയ്യടി കൊടുത്തേ. അബിയുടെ പ്രോഗ്രാം തുടങ്ങാറായല്ലോ. അവനിതെവിടെ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വന്നത്? ദേ നിൽക്കുന്നവൻ. എടാ അഗി, അവൻ്റെ നിപ്പ് കണ്ട. ഇപ്പം തന്നെ അബീനെ നോക്കി ദഹിപ്പിച്ച് കൊല്ലുമെന്ന് തോന്നുന്നു. വാ, എന്തായാലും നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം. ശരിയാ നീ പറഞ്ഞേ. എടാ സൂര്യ, അടുത്തത് നിൻ്റെ ആജന്മ ശത്രുവിൻ്റെ പ്രോഗ്രാം ആണല്ലോ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മിണ്ടാതിരുന്ന നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ കൂട്ടുകാരനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഞാൻ കയറി മേഞ്ഞിട്ടങ്ങ് പോവും, കേട്ടല്ലോ. അതിനും മാത്രം ഞാനെന്താ പറഞ്ഞേ? എടാ മിണ്ടാതിരുന്നോ. പറഞ്ഞ പോലെ ചെയ്യുന്ന കുരുപ്പ. അവനൊന്നാതെ കലിയളകി നിൽക്കുക. ഇനി നീയായിട്ടത് ഒന്നും കൂടി കൂട്ടാൻ നിൽക്കണ്ട. അതാ ആരോഗ്യത്തിന് നല്ലത്. ഏതോ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി രാവുകൾ കാറ്റായി വരും നിന്റെ കാൽത്താളവും തിങ്കൾ തേരേറി എൻ്റെ അമ്മ തടിപ്പനായിട്ടാണ് ഇവൻ പാടുന്നേ. എന്ത് രസാ കേൾക്കാൻ. ശരിയാ, നന്നായിട്ടുണ്ട്. എടാ നീ സൂര്യനെ നോക്കിക്കേ. അവനെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. എടാ സൂര്യ, അവൻ്റെ പാട്ട് കൊള്ളാല്ലേടാ. ശരിക്കും നന്നായിട്ടുണ്ട് കേൾക്കാൻ, അല്ലേ? നന്നായിട്ടുണ്ട്. നീയാണ് ഈ പറയുന്നത്? ഇന്ന് കാക്ക മലർന്ന് പറക്കുമല്ലോ. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് നിന്റെ വായിൽ നിന്ന് അത് അവൻ്റെ പാട്ട് കൊള്ളാമെന്ന്. എടാ സൂര്യ, നീ അവൻ്റെ പാട്ട് കേട്ടപ്പോൾ അതിൽ ലയിച്ച് എല്ലാം മറന്നുപോയോ? അവൻ നിന്റെ ശത്രുവാണെന്നില്ല. ഒന്ന് പോടാതെണ്ടി, ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ ശത്രുത അവനോടാ, അല്ലാതെ അവൻ്റെ പാട്ടിനോടല്ല, കേട്ടല്ലോ. ഞാനിപ്പോൾ വരാം. അവനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പാട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകണമെന്നാണല്ലോ കണ്ടത്. ദേ പോണു സാധനം. അവിടെ നിന്നേ. ഇതാര്? സൂര്യ മഹാരാജാവോ? എൻ്റെ പാട്ട് കേട്ട് എന്നെ അഭിനന്ദിക്കാൻ വന്നതാവും അല്ലേ? പിന്നെ എൻ്റെ തലയ്ക്ക് ഓളമല്ലേ നിൻ്റെ മാട്ട പാട്ട് കേട്ട് അഭിനന്ദിക്കാൻ വരാൻ വേണ്ടി. പാട്ട് ശുദ്ധ ബോറായിരുന്നു. കാളരാഗത്തിന് വരെ
ഇതിനും രസമുണ്ട് കേൾക്കാൻ. ഓ, ആയിരുന്നോ? പക്ഷേ ആ കാളരാഗം ഒരാൾ കേട്ട് രസിച്ച് നിൽക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ കേട്ട് രസിച്ച് നിന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതാ ഞാൻ കേട്ട് നിന്നത്. അല്ലാതെ നീ പാടിയതുകൊണ്ടല്ല. നീ അല്ലാതെ ഏത് അലവലാതി പാടിയാലും ഞാനത് കേട്ട് നിൽക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് ആ പാട്ട്. ആ, അതെന്തായാലും നീ പറഞ്ഞത് ശരിയാ. ഒരു അലവലാതിക്ക് മറ്റൊരു അലവലാതിനെ തിരിച്ചറിയാൻ പറ്റും അല്ലേ? എന്താ പറഞ്ഞേ? ഓ, ഞാൻ ഒന്നും പറഞ്ഞില്ല. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട് പോട്ടെ. പോവരുത്, അവിടെ നിന്നേ. ഇനി എന്താ കാര്യം? നിനക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? അത് നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവാണോ? ഫ്രണ്ട്സിൻ്റെ കൂടെ ആണോ പോണത്, അതോ നീ ഒറ്റയ്ക്കാണോ പോണത്? നിനക്കെന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട്? എനിക്ക് ഇത് അറിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നീ ഇപ്പം തന്നെ പോകുവാന്ന് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീ എൻ്റെ ഈ കോളേജിലെ ഏക ശത്രുവല്ലേ, അപ്പോൾ എൻ്റെ ശത്രുവിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ? അതാ ഞാൻ ചോദിച്ചേ. ഇവനിതെന്തൊക്കെയാണ് പറയുന്നത്? ഇവൻ്റെ തലയിൽ എന്താ വല്ല വെള്ളക്കാ വീണ? ഇനി എനിക്ക് വെട്ടായതാണോ അതോ ഇവന് വെട്ടായതാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ നിൻ്റെ ശത്രുവാണ്, അല്ലാതെ മിത്രമല്ല. ഞാൻ എവിടാ പോണത്, എപ്പോഴാ പോണത് എന്നൊക്കെ എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട്. അതൊക്കെ ശരിയാണ്. നീ എൻ്റെ ശത്രു തന്നെ, ഇപ്പോഴും നീ എൻ്റെ ശത്രു തന്നെയാണ്. പിന്നെ ഞാൻ വെറുതെ അറിയാൻ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ നീ നിൻ്റെ വണ്ടിയിൽ തന്നെയല്ലേ വീട്ടിലേക്ക് പോണത്? പിന്നെ എൻ്റെ വണ്ടിയിലല്ലാതെ നിൻ്റെ വണ്ടി കയറി പോണോ? പിന്നെ എൻ്റെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റിയൊരു മുതൽ നിൻ്റെ പൂതി കൊള്ളാം. പക്ഷെ അതെ, എൻ്റെ അടുത്ത് നടക്കില്ല. അതെന്താ? നിൻ്റെ വണ്ടിയിൽ എന്നെ കയറ്റിയ അതെന്താ ഓടില്ലേ? ഞാൻ ഒരു കാര്യം മറന്നു. നിൻ്റെയല്ലേ വണ്ടി, നിന്നെപ്പോലെ തന്നെ അഹങ്കാരം അതിനും കാണും. എൻ്റെ വണ്ടീനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും, കേട്ടല്ലോ. തൽക്കാലം നിൻ്റെ സ്വഭാവം മാറ്റണ്ട. എനിക്കിപ്പോഴേ നിന്നോട് വഴക്കിടാൻ ഒരു മൂഡും ഇല്ല. ഞാൻ നല്ല ടയർഡാണ്, അതുകൊണ്ടേ ഞാൻ പോവുക. പോടാ പോ. നിനക്കുള്ള 8ൻ്റെ പണി ഞാനോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കൊടുക്ക്. ഇനി വേണം വീട്ടിൽ ചെന്നിട്ട് ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. നാളെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനുള്ളതല്ലേ. അവൻ എന്തായിരിക്കും എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചേ? അവൻ ഇതുവരെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് ഞാൻ അടുത്തുകൂടെ പോയാൽ പോലും മിണ്ടാത്തവനാ. അങ്ങനെ മിണ്ടണമെങ്കിൽ ഞാൻ എന്തെങ്കിലും അവനെ ചൊറിയാൻ ചെല്ലുമ്പോഴാണ് അവൻ വഴക്കിടാനെങ്കിലും എന്നോട് മിണ്ടാൻ വരുന്നത്. ഇതിപ്പോൾ എന്നോട് കയറി വന്ന് ഇതൊക്കെ ചോദിക്കണമെങ്കിൽ ഇനി ഇത് എനിക്ക് ഉള്ള എന്തെങ്കിലും പണിയാണോ? എടാ അബി, നീ ഇത് എവിടെയായിരുന്നു? നിന്നെ എവിടെയൊക്കെ തപ്പിയെന്നറിയാവോ? നീ എന്താ വല്ല മിന്നൽ മുരളിയാണോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറഞ്ഞു പോകാനായിട്ട്? എടാ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാ. കുറച്ച് ദിവസമായിട്ട് ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടമല്ലേ, ആകെ ടയേർഡായി. ഞാൻ പോവാന്ന് പറയാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നു. ഇനിയിപ്പോൾ നിന്നെ കണ്ടില്ലേ, നീ അവരോടും കൂടെ ഒന്ന് പറഞ്ഞേക്ക് ഞാൻ വീട്ടിലേക്ക് പോവാന്ന്. ആണാടാ, ശരി, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ നീ ബൈക്കിലല്ലേ ഇന്ന് വന്നേ? ആടാ, ബൈക്കിലാണ് വന്നേ. രാവിലെ കാറിൽ വന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. ബ്ലോക്ക് കൊണ്ട് ഇവിടെ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ബൈക്കാണ് എടുത്തത്. എന്താടാ ചോദിച്ചേ? എടാ, ദീക്ഷിത്തിന് ഒട്ടും വയ്യ. അവൻ ടോയ്ലറ്റിൽ പോയിട്ടൊരു പരുവായിട്ടിരിക്കുക. ഞാൻ അവിടെ നീളാനെ ഏൽപ്പിച്ചിട്ടാ വന്നേ നിന്നെ വിളിക്കാനായിട്ട്, അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അയ്യോ, അവനിപ്പോൾ ഒട്ടും വയ്യേ? ഞാൻ ഈ സോങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ തിരക്കിൽ വിട്ടും പോയി ചോദിക്കാൻ. ആടാ, അവനൊട്ടും വയ്യടാ. ചെറുക്കൻ ബാത്റൂമിൽ പോയി ഒരു പരുവായിട്ടുണ്ട്. അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ ഞാൻ നിന്നെ ഇവിടെയൊക്കെ നോക്കി നടന്നേ. ഞാൻ കൊണ്ടുപോയേനെ, പക്ഷേ അവനല്ലായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഓഫീസ് റൂമിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അവന് കുറച്ച് സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളുമൊക്കെ ഓഫീസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവന് വയ്യാത്തതുകൊണ്ട് ഞാനതെല്ലാം ഇവിടുന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിന്നെയും കൂട്ടി വിടാമെന്ന് ഞാൻ വിചാരിച്ചേ. ഇപ്പോൾ നിനക്ക് വയ്യല്ലോ. എന്തായാലും നീ എൻ്റെ കാർ എടുത്തോ, എന്നിട്ട് നിളയനെയും ദീക്ഷിത്തിനെയും ഒന്ന് ഹോസ്പിറ്റലിൽ ഇറക്കിയാൽ മതി. എന്നിട്ട് നീ വീട്ടിലേക്ക് പോക്കോ.
അത് വേണ്ടടാ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നേരെ അവർ രണ്ടുപേരെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പൊക്കോളാം. ആണോ? എന്നാൽ ശരിയടാ. ഇന്നാ കാറിൻ്റെ കീ. നീ നേരെ കാർ പാർക്കിങ്ങിലേക്ക് പൊക്കോ. ഞാൻ അവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം. പിന്നെ നിൻ്റെ ബൈക്കിൻ്റെ കീ ഇങ്ങ് തന്നേ. ഞാൻ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അതിൽ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളാം. ആ ശരിയടാ. ഇന്നാ ബൈക്കിൻ്റെ കീ. ആ താടാ. ഡാ, നീ ഇപ്പോൾ ഒരു പാട്ട് കേട്ടില്ലേ? പാട്ടോ? നിനക്കെന്താ വട്ടായോ? നീ പിച്ചുമ്പയും പറയാതെ അവർ രണ്ടുപേരെയും വിളിച്ചോണ്ട് വരാൻ നോക്ക്. ഞാൻ അങ്ങോട്ടേക്ക് പോവാ. പക്ഷേ ഞാൻ കേട്ടതാണല്ലോ പാട്ട്. എന്തെങ്കിലും ആട്ടെ. ഓ, ഈ സൂര്യനെ എന്താ കാണാത്ത? മനുഷ്യനാണ് ടെൻഷൻ അടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ദേടാ, അവൻ വരുന്നുണ്ട്. വരവ് കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും അവൻ അവനിട്ട് പണി കൊടുത്തു കാണും, അല്ലെങ്കിൽ അവൻ ഇത്രയും സന്തോഷിക്കത്തില്ല. ആ വരവ് കണ്ടാലേ അറിയാം. എന്താണ് ഗൈസ് രാവിലെ തന്നെ ഒരു ചർച്ച? എടാ തെണ്ടി, നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? മനുഷ്യനോട് ടെൻഷൻ അടിച്ച് ചാവാറായി. എടാ സൂര്യ, എന്താ നീ ലേറ്റായേ? അത് ഇനി കണ്ടിന്യൂ. ഓ പട്ടി. എടാ, നീ എന്ത് പണിയാടാ അവനിട്ട് കൊടുത്തത്? അത് നീ പറയാം. മനുഷ്യന് ഇത് ഓർത്തിട്ട് രാത്രി ഉറക്കം പോലും വന്നില്ല, അറിയാവോ? അവനും അവൻ്റെ ഫ്രണ്ട്സും ഇതുവരെ കോളേജിൽ എത്തിയിട്ടില്ല. നീ എന്ത് പണിയാടാ ഒപ്പിച്ച് വെച്ചിരിക്കുന്നേ? അതൊക്കെ ഉണ്ട്. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞാലേ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം നിങ്ങളുടെ നഷ്ടമാവും. അതുകൊണ്ടേ നേരിട്ട് കണ്ടാൽ മതി. ഓ, അവൻ്റെ ഒരു സുഖം ദുഃഖമാകാതിരുന്നാൽ മതി. എനിക്ക് വയ്യനി സസ്പെൻഷൻ കിട്ടി വീട്ടിലിരിക്കാൻ. ഒന്നാമത് ഫൈനൽ ഇയറാ. നീ എന്താ ചെയ്തു വച്ചിരിക്കുന്നതെന്നൊന്ന് പറയടാ. അത് നിങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ലുണ്ടാകത്തില്ല. എന്തായാലും ഇപ്പം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. അതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാതെ എത്തിയത്. ലേറ്റ് ആകുമെന്ന് വെച്ച്. അതുകൊണ്ട് നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും ആദ്യം കഴിക്കാം. ഇന്നത്തെ ചിലവ് എൻ്റെ വക. ഓ, അവൻ്റെ ഒരു ത്രില്ല്. നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പൊക്കോ. എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ബുക്കൊന്നും തിരിച്ചു വെച്ചിട്ടില്ല. ഞാൻ അതെടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് വന്നേക്കാം. നിങ്ങൾ പൊക്കോ. എടാ സൂര്യ. ഇവനെന്താ വട്ടായ? ഇവനെന്തിനാ ഈ വെകിളി പിടിച്ച കുരങ്ങനെ പോലെ നിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഓടി വരുന്നേ? എനിക്കറിയില്ല. എടാ അഖിലേ, നിനക്കിതെന്ത് പറ്റിയടാ? നീ എന്തിനാ ഇവൻ്റെ പേര് വിളിച്ചോണ്ട് ഇങ്ങനെ ഓടിക്കതച്ച് വരുന്നേ? എടാ, നിങ്ങൾ അറിഞ്ഞ അബിയുടെ ഫ്രണ്ടില്ലേ മനു? അവൻ ഇന്നലെ കോളേജ് വിട്ട് പോകുന്ന വഴി ആക്സിഡൻ്റ് ആയെന്ന്. ഇപ്പോൾ ഞാൻ ലൈബ്രറിയിൽ നിന്ന് വരുന്ന വഴി കണ്ടതാ അവരാ മനുവിനെ താങ്ങി പിടിച്ചോണ്ട് വരുന്നത്. അവർ പറയുന്നത് ഞാൻ കേട്ടത് ഇന്നലെ ആരോ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് അബിയുടെ ബൈക്കിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചു വിട്ടെന്ന്. അതറിയാതാണെങ്കിൽ ആ മനു ആ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണ് അവൻ ആക്സിഡൻ്റ് ആയെന്ന് കേട്ടത്. ഞാനതല്ല വിചാരിക്കുന്നത്. അവർക്ക് നമ്മളല്ലാതെ വേറെയും ശത്രുക്കളുണ്ടടാ. അപ്പോൾ ആ അബിക്കൊന്നും പറ്റിയില്ലേ? അവനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. വെയിറ്റ്, എന്തോ എവിടെയോ ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ. അബിയുടെ ബൈക്കിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചു വിട്ടിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് മനു പോയി. ഇത് എടാ സൂര്യ, ഇത് നീ ഒപ്പിച്ച പണിയല്ലേടാ? അത് നിൻ്റെ ഈ പരിങ്ങൽ കണ്ടാലേ അറിയാം ഇത് നീ ഒപ്പിച്ച പണിയാണെന്ന്. ഇതാണടാ നിൻ്റെ മാസ്റ്റർ പ്ലാൻ. നീ എന്തൊക്കെയാ പറഞ്ഞേ? ഇവിടെ കിടന്ന് ഡയലോഗ് അടിച്ച കണ്ടപ്പോഴത്തേക്കും ഞാനോർത്ത് നീ അവനെ അങ്ങ് ഉണ്ടാക്കി കളയുന്നു. ഈ ഊച്ചാളി പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ കിടന്ന് ഈ ഗെയിമൊക്കെ കിടന്നടിച്ചത്. കൊച്ചു പിള്ളേർ ചെയ്യുന്നത് പോലെ വണ്ടിയുടെ കാറ്റൂരി വിടുക, അതുപോലെ തന്നെ കല്ലെടുത്ത് വണ്ടിയുടെ പെയിൻ്റ് ഉരച്ച് കളയുക, ബ്രേക്ക് പൊട്ടിച്ച് വിടുക. ഇതൊക്കെയാണ് നിൻ്റെ മാസ്റ്റർ പ്ലാൻ. ഈ തണ്ടും തടിയൊക്കെ മാത്രമേ ഉള്ളല്ലേ, തലയിൽ ആൾതാമസമൊന്നും ഇല്ലെന്ന് ഇപ്പം മനസ്സിലായി. എന്നിട്ട് ആ പണി വെച്ചിട്ട് അവനിട്ട് കിട്ടിയ അതുമില്ല. ഇതാണ് ചെക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്നത്. എനിക്ക് വയ്യ. ഏതൊരു ബുദ്ധിമാനും അബദ്ധം പറ്റും. ചിരിക്കാതെ പട്ടി. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറാനൊന്നും പോണില്ല. ഞാൻ അവന് പണി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും.
ഇനിയും എൻ്റെ കയ്യിൽ കുറച്ച് മാസ്റ്റർ പ്ലാനുകളുണ്ട്. അത് ഞാൻ അങ്ങോട്ട് ഇറക്കാൻ പോവാ. അയ്യോ, ഇനി നീ മാസ്റ്റർ പ്ലാനെന്ന് മാത്രം മിണ്ടിയേക്കരുതേ. അടുത്ത മാസ്റ്റർ പ്ലാൻ നിൻ്റെ ഇതായിരിക്കും അല്ലേ, അവൻ നടന്നു പോകുമ്പോൾ അവൻ്റെ പുറകിൽ കൂടെ പോയി ഇട്ടോ വെച്ച് പേടിപ്പിക്കാൻ. അടത്തേണ്ടി മര്യാദയ്ക്ക് ഇരുന്നോണം. ഇനി നീ ചിരിച്ചാലുണ്ടല്ലോ, ആ ചിരിക്കുമ്പോൾ തള്ളി വരുന്ന പല്ലില്ലേ, അത് ഞാനങ്ങ് അടിച്ച് താഴെ ഇടും കേട്ടല്ലോ. അവൻ്റെ ഒരു ചിരി. എടാ നീയൊക്കെ നോക്കിക്കോ, അവരിട്ട് ഞാൻ പണി കൊടുത്തിരിക്കും. അതിനായിട്ട് ഈ സൂര്യ ഇനി ഇറങ്ങി കളിക്കാൻ പോവാ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. ഇതാണല്ലേ പണ്ട് പൂർവികന്മാർ പറയുന്നത്, വരാനുള്ളത് വഴി തങ്ങില്ലെന്ന്. അത് ഫ്ലൈറ്റ് പിടിച്ചിട്ടാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് എത്തും. അതല്ലേ ഇവന് സംഭവിച്ചേ. കാരണം ഇല്ലെങ്കിൽ നിൻ്റെ ബൈക്ക് ഇവൻ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവിടെ തെണ്ടി, നീ മിണ്ടിപ്പോരുത്. നീ ഒറ്റൊരുത്തം കാരണം എനിക്കിത് സംഭവിച്ചത്. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാറ് കൊടുത്തിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോയത്. എൻ്റെ കാലിനും കൈക്കും വയ്യാതായി പോയി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പറന്ന് വന്ന് അടിച്ചേനെ തെണ്ടി. അത് ദീക്ഷിത്ത് പറഞ്ഞത് ശരിയാ, ഇല്ലെങ്കിൽ ആ പണി എനിക്കിരുന്നേനെ. അബി, നീ മിണ്ടിപ്പോരുത്. നീയാ എല്ലാത്തിനും കാരണം. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അടിക്കും ഇടിക്കൊന്നും പോകരുതെന്ന്. എന്നിട്ട് ഉള്ള ശത്രുക്കളെയൊക്കെ വരുത്തി വെച്ചിട്ട് ഇപ്പം കണ്ടില്ലേ, നിനക്ക് കിട്ടേണ്ടതായിരുന്നു ഇപ്പം അവന് കിട്ടിയത്. ഇത് ചെയ്തത് ഏത് തെണ്ടിയാണെങ്കിലും അവൻ്റെ തലയിൽ ഇടുത്തി വീഴണേ എൻ്റെ ഈശ്വരാ. ഓ, അവൻ പ്രാകുന്നത് തന്നെയാണല്ലോ. ഓ, ഈ മുടിഞ്ഞവൻ എന്തൊരു പ്രാക്കാണിത്. ദൈവമേ, ഇതൊക്കെ ഫലിക്കുമോ? എടാ സൂര്യ, അവൻ നിന്നെയല്ലേ പ്രാകുന്ന? എന്തൊരു മുടിഞ്ഞ പ്രാക്കാടാ ഇത്. അവൻ പ്രാകട്ടടാ. അവൻ എത്ര പ്രാഗിയാലും അവൻ്റെ കൂട്ടുകാരനിട്ട് ഞാൻ പണി കൊടുത്തിരിക്കും. അത് ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ആണോ? എന്നാൽ ഞാൻ ഒരു പ്ലാൻ പറയട്ടെടാ. എൻ്റെ കയ്യിൽ ഒരു ഉഗ്രം പ്ലാനുണ്ട്. എന്ത് പ്ലാൻ? എടാ നമുക്കേ അവൻ്റെ ബൈക്കിൻ്റെ ഹാൻഡിലില്ലേ, ബബിൾക്കം ചവച്ചിട്ട് ഒട്ടിച്ചു വെച്ചാലാ. എന്നിട്ട് അവൻ ബൈക്ക് എടുക്കാൻ വരുമ്പോഴത്തേക്കും അവൻ്റെ രണ്ട് കൈയിലും ബബിൾക്കം ആകില്ലേ? എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ? ശാവം, ഇനി നീ മിണ്ടിപ്പോരുത്. നിൻ്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു കേട്ടല്ലോ. എന്ത് തൊലിഞ്ഞ പ്ലാനാടാ ഇത്. അതിലും ഭേദം ഈ സൂര്യയുടെ പ്ലാൻ തന്നെയാണ്. ഓ, എൻ്റെ തൊലിഞ്ഞ പ്ലാനാണെങ്കിൽ നീ എന്ത് പ്ലാനാ സൂര്യ അടുത്തത് കണ്ടുപിടിച്ചിരിക്കുന്നത്? അതൊന്ന് പറഞ്ഞേ ഫസ്റ്റ്, കേൾക്കട്ടെ. പറയാം. എൻ്റെ പ്ലാൻ കേട്ടാൽ നിങ്ങൾ രണ്ടുപേരും ഞെട്ടും. ഞെട്ടണോ വേണോന്നൊക്കെ പ്ലാൻ കേട്ടിട്ട് പറയാം. ആദ്യം നീ പറ, എന്നാലേ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അബി കഴിക്കുന്ന ഫുഡിൽ ഞാൻ അവന് വയറിളകാനുള്ള പൊടി ചേർത്ത് കൊടുക്കും. അവൻ വയറിളകി കിടക്കട്ടെ. എങ്ങനുണ്ട് എൻ്റെ പ്ലാൻ? ഈ പ്ലാൻ ഞെട്ടാൻ മാത്രം ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മൾ അവൻ കഴിക്കുന്ന ഫുഡിൽ എങ്ങനെ ആ പൊടി ചേർക്കും? അവിടെയാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ. അതൊക്കെ ഞാൻ വേറെ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് എന്തായാലും ഇവർ ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിലേക്കല്ലേ പോകത്തുള്ളൂ. അപ്പോൾ ഈ ക്യാൻറ്റീനിൽ പുതിയതായിട്ട് വന്ന ഒരാളെ കണ്ടില്ലായിരുന്നു? അയാളെ ഞാൻ കാശ് കൊടുത്തങ്ങ് വിലയ്ക്ക് വാങ്ങി. അയാളോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അബി കഴിക്കുന്ന ഫുഡിൽ ഈ പൊടി ചേർത്ത് കൊടുക്കണമെന്ന്. അയാളത് ഭംഗിയായി ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഓ മോനെ മാസ്. എന്നാ വാ, ഈ പ്ലാനങ്ങെ കൈയോടെ നടപ്പിലാക്കിയേക്കാം. അവരിപ്പോൾ എന്തായാലും ക്യാൻറ്റീനിലേക്ക് പോവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി എന്താ നടക്കുന്നതെന്ന് കാണാം. വാ, ഒന്ന് വേഗം നടക്ക്. ആ കാഴ്ച കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. വരുവാ. കറക്റ്റ് ടൈമിങ്ങിലെത്തിയല്ലോ. കഴിക്കടാ, കഴിക്ക്. വയറ് നിറച്ച് കഴിക്ക്. എടാ അബി, കഴിക്കരുത്. നിൻ്റെ പ്ലേറ്റിൽ എന്താ ഇത്ര സ്പെഷ്യൽ ഫുഡ്? നീ ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചു തരാതെ ഒറ്റയ്ക്ക് ഈ സ്പെഷ്യലൊക്കെ വാങ്ങി കഴിക്കുവാണോ? ഓ, ഇവൻ എന്തിൻ്റെ കേടാണ്. ഞാനൊന്നും സ്പെഷ്യലൊന്നും വാങ്ങിയൊന്നുമില്ല. ആ ക്യാൻറ്റീനിൽ പുതിയതായിട്ടൊരു പയ്യൻ വന്നില്ലേ, ആ പയ്യൻ എനിക്ക് സ്നേഹത്തോടെ തന്നതാ ഇതെല്ലാം. കഴിച്ചോന്നും പറഞ്ഞ്. അതെന്താടാ അബി, നിനക്ക് മാത്രം ഒരു സ്പെഷ്യൽ? അതൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു ഇത് സ്പെഷ്യൽ ഫുഡാണ്, ചേട്ടനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഫ്രീ ആണ്, എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങ് വാങ്ങി. നീ ആൾ കൊള്ളാലോ. നിനക്ക് സ്പെഷ്യൽ ഫുഡ് എന്നൊന്നും പറഞ്ഞാൽ നീ മാത്രം കഴിച്ചാൽ മതിയാ? ഇവിടെ ഞങ്ങൾക്കും കൂടെ നിനക്ക് ഷെയർ ചെയ്യാമല്ലോ. വേണ്ട,
ഇവിടെ വയ്യാത്തൊരുത്തനുണ്ടല്ലോ ഞാൻ, അതും നിനക്ക് വേണ്ടി, നിനക്ക് കിട്ടേണ്ട പണി എരന്ന് എന്ന് വാങ്ങിയ ഞാൻ. എനിക്ക് തരാമല്ലോ നിനക്ക് ഫുഡ്. പിന്നെ ഞാനൊന്നും തരത്തില്ല. ആ ചെറുക്കൻ എനിക്ക് സ്നേഹത്തോടെ തന്നെയാ. നിനക്ക് നിൻ്റെ ഫുഡുണ്ടല്ലോ, അത് കഴിക്ക്. നീ അങ്ങനെ തന്നെ പറയണോടാ. നിനക്ക് വരേണ്ട ദുരന്തം ഞാൻ ഏറ്റുവാങ്ങിയതാ. എന്നിട്ട് നീ ഒരു ഫുഡിന് വേണ്ടിയിട്ട് എന്നെ തള്ളിപ്പറയുന്നു. കൊള്ളാടാ, കൊള്ളാം. എടാ സൂര്യ, ഇവനിത് കുളവാക്കുമെന്ന് തോന്നുന്നു. ഇവൻ എന്തിൻ്റെ കേടാണെന്ന് അറിഞ്ഞില്ലല്ലോ. പണി എരന്ന് വാങ്ങാൻ നടക്കുക പന്ന. എൻ്റെ ദൈവമേ, അത് നീ ഇനി പറയരുതേ. നീ തന്നെ എടുത്തു ഈ ഫുഡ്. രാവിലെ മുതൽ മനുഷ്യൻ കേട്ട് കേട്ട് മടുത്ത്. ഇന്നാ നീ തന്നെ തിന്നോ, തിന്നോ. വാവ്, ഈ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടടാ. എടാ ഒന്ന് പയ്യെ തിന്നടാ, തൊണ്ടക്കുരുങ്ങി ചത്തുപോവല്ലോ നീ. ഓ, ഇവൻ കാരണം ഈ പ്ലാനും ഫ്ലോപ്പായല്ലോടാ സൂര്യ. ഇനി എന്ത് ചെയ്യും? പ്ലാൻ എ പോയെങ്കിൽ പോട്ടെ, അടുത്തത് പ്ലാൻ ബി നടപ്പിലാക്കാം. എന്തായാലും ഈവനിങ് ഇവന്മാർ ക്യാൻറ്റീനിൽ വരുമ്പോൾ കുടിക്കുന്ന ജ്യൂസിൽ നമുക്ക് ഒരു പണി ഒപ്പിക്കാം. അബിക്ക് എരിവ് ഇഷ്ടമല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് നല്ല പോണം സ്പൈസി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കി അവനെ കൊണ്ട് കുടിപ്പിക്കാം. അവൻ കിടന്ന് എരിയട്ടെ. ആ, എൻ്റെ വയറ് വേദന എടുക്കുന്നു. എന്നെ ആരെങ്കിലും ഒന്ന് കക്കുസി കൊണ്ടുപോടാ. അയ്യോ, എനിക്ക് വയ്യേ. നിനക്കിത് എത്ര പെട്ടെന്ന് എന്ത് പറ്റി? എന്താണ് പ്രശ്നം? എന്താ വയറിന്? നിന്ന് കഥാപ്രസംഗം പറയാതെ തെണ്ടി എന്നെ ഒന്ന് കക്കൂസി കൊണ്ടുപോടാ. എടാ, അവനെ വേഗം നീ ബാത്റൂമിലേക്ക് കൊണ്ടുപോകും. അവന് കാല് വയ്യാത്തതല്ലേ. ചെല്ല്, പെട്ടെന്ന് ചെല്ല്. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? ഇത്ര നേരം അവനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ആർക്കറിയാം, എല്ലാം കൂടെ വലിച്ചു വാരി തിന്നിട്ടായിരിക്കും. അയ്യോ, എനിക്ക് വയ്യേ. എൻ്റെ വയറൊട്ടും വയ്യ. എനിക്ക് വീണ്ടും ബാത്റൂമിൽ പോകണം. എൻ്റെ വയറ്. എടാ, നീ ഇപ്പോൾ ഇവിടെ കിടക്ക്, റെസ്റ്റ് എടുക്ക്. കോളേജിലെ ക്ലിനിക്കിൽ നിന്ന് നിനക്ക് മരുന്ന് തന്നല്ലോ, അതൊന്നും ശരീരത്തിൽ പിടിക്കട്ടെ. അപ്പോഴത്തേക്കും അത് നിന്നോളും. എടാ, പ്ലാനൊക്കെ സെറ്റല്ലേ? ജ്യൂസ് റെഡിയല്ലേ? അവന്മാരിപ്പോൾ വരും ഇങ്ങോട്ട്. അതൊക്കെ എപ്പോഴേ റെഡിയാ. ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അവൻ വന്നാൽ ഉടനെ ആ ജ്യൂസ് എടുത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാനെങ്കിലും വർക്കൗട്ടായാൽ മതിയായിരുന്നു. ദേ അവന്മാർ വരുന്നുണ്ടടാ. മനു, ഇപ്പോൾ നിനക്ക് എങ്ങനെ ഉണ്ടടാ? കുറവുണ്ടോ? നിനക്ക് വെള്ളം വേണോ കുടിക്കാൻ? ജ്യൂസോ മറ്റോ? ഇപ്പം കുറവുണ്ടടാ. ആ ക്ലിനിക്കിൽ നിന്ന് മരുന്ന് തന്നതുകൊണ്ട് ആശ്വാസമുണ്ട്. ഇപ്പോൾ വയറ്റിൽ നിന്ന് പോവൽ നിന്നു. വയറിൽ ചെറിയൊരു വേദനയുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടടാ. നിൻ്റെ കയ്യിലിരിക്കുന്ന ജ്യൂസിങ് ഇതാ. എനിക്ക് വല്ലാതെ തൊണ്ട ഡ്രൈ ആകുന്ന പോലെ തോന്നുന്നു. എന്നാടാ, വേഗം കുടിക്ക്. ഈ തെണ്ടീനെ കൊണ്ട് ഇവനെ ഞാനെന്ത് കൊല്ലും. ഈ പ്ലാനും പൊളിച്ചല്ലോടാ. എൻ്റെ ചുണ്ടെന്നൊക്കെ എരിയുന്നു. എന്ത് വെള്ളമാടാ എനിക്ക് കലക്കി തന്ന തെണ്ടി. എനിക്ക് എരിച്ചിട്ട് വയ്യ. ഇവിടെ വെള്ളം തട പൊട്ടി. എരിയുന്നേ. എന്തു പറ്റടാ? എൻ്റെ ചുണ്ട് എരിഞ്ഞിട്ട് വയ്യടാ. വെള്ളം തട തെണ്ടികളെ. എടാ, ഞാൻ നിനക്ക് എന്ത് കലക്കി തരാനാ? എനിക്ക് അവിടുന്ന് തന്ന ജ്യൂസാണ് ഞാൻ നിനക്ക് തന്നേ. ആ ജ്യൂസിൽ ഇത്ര എരിവുണ്ടെന്ന് എനിക്ക് അറിയത്തൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പിന്നെ സംസാരിക്കാം. ആ വെള്ളം എടുത്ത് അവൻ ആദ്യം കൊടുക്ക്, അവൻ കുടിക്കട്ടെ. ഇപ്പം എങ്ങനെയുണ്ടോടാ മനു? എരിവ് കുറവുണ്ടോ? നീ കുറച്ചും കൂടെ വെള്ളം കുടിക്ക്, അപ്പോൾ മാറും. ഇപ്പം കുറവുണ്ട്. കോപ്പ്. ആ മനുത്തണ്ടി കാരണം നമ്മുടെ എല്ലാ പ്ലാനും ഫ്ലോപ്പാകുവാണല്ലോടാ സൂര്യ. ഫസ്റ്റ് നമുക്ക് അവനിട്ട് പണി കൊടുക്കാം. അവനെ ഒതുക്കിയാലേ ഇവനിട്ട് പണി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അതേ ഉള്ളൊരു മാർഗം. അത് നീ പറഞ്ഞത് ശരിയാ. അവന് എല്ലാ പ്ലാൻ്റെ ഇടയ്ക്കും വന്ന് കയറി എല്ലാം കുളവാക്കിയിട്ട് പോവും. ആദ്യം നമുക്ക് അവനെ ഒതുക്കാം, എന്നിട്ട് അബിക്കിട്ട് കൊടുക്കാം. അതേ ഇനി രക്ഷയുള്ളൂ സൂര്യ. ആ മനുത്തണ്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് അബിക്കിട്ട് പണി കൊടുക്കാൻ പറ്റില്ല. അവൻ ഇടയ്ക്ക് കയറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് 2 ദിവസത്തേക്ക് അവൻ എങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിൽ പിടിച്ചിരുത്തണം. അതിനുള്ളൊരു ഐഡിയ നോക്കാം. അത് ശരിയാ, ഞാനും ആലോചിച്ചു. അവനുള്ളിടത്തോളം കാലം ഇവനിട്ട് പണി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴിയൊപ്പിച്ച് 2 ദിവസം വീട്ടിൽ പിടിച്ചിരുത്തണം. അതിന് എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്.
അത് എത്രത്തോളം വർക്കൗട്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അവനൊരു പൊട്ടനായോണ്ട് അത് വിശ്വസിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ അതൊന്ന് ചെയ്തു നോക്കാം. അത് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുക. എന്തെങ്കിലും കാണിച്ചിട്ട് ആ പന്നീനെ നാളെ ഇവിടെ കോളേജിൽ കയറ്റരുത്. എന്നാൽ മാത്രമേ നമ്മുടെ പ്ലാൻ നടക്കത്തുള്ളൂ. എടാ, ഈ പ്ലാൻ വർക്കൗട്ട് ആവുമോ? അതൊക്കെ ആകോടാ, അവനൊരു പൊട്ടനാ, വിശ്വസിച്ചോളൂ. ഫസ്റ്റ് ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, ഇതാരാ വിളിക്കുന്നേ? ഹലോ. ഹലോ, വത്സനോ? ഞാൻ വത്സനൊന്നും അല്ല. നിങ്ങൾക്ക് നമ്പർ തെറ്റിയതായിരിക്കും. നമ്പർ നോക്കി വിളിക്കാൻ നോക്ക്. ഇല്ല വത്സ, നാമിന് തെറ്റിയിട്ടില്ല. മനു എന്നല്ലേ വത്സൻ്റെ പേര്? അതെ, മനു എന്നാണ്. പക്ഷെ ഇടയ്ക്ക് ആ വത്സനില്ല, വെറും മനു. എന്നെ എങ്ങനെ അറിയാം? നാമിന് എല്ലാവരെയും അറിയാം. ഈ പ്രപഞ്ചത്തിലുള്ള സകലരെ അറിയാം. അതെങ്ങനെ? എല്ലാവരെയും അറിയാൻ വേണ്ടി ഈ വിളിക്കുന്ന ആളെന്താ വല്ല ദൈവമാണോ? അല്ല വത്സ, നാം ദൈവമല്ല, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. വത്സന് നമ്മെ മനസ്സിലാകാഞ്ഞിട്ടാണ്. നാം വത്സല കുണ്ടല സ്വാമിയാണ്. സ്വാമിയോ? സ്വാമി എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? നാം ഇപ്പോൾ വത്സനെ വിളിച്ചതിൻ്റെ കാരണം, വത്സനിപ്പോൾ നല്ല സമയമല്ല. നാം നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടതാണ്. സമയം വളരെ മോശമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഇപ്പോൾ തന്നെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതെ സ്വാമി. സ്വാമിക്ക് അതെങ്ങനെ അറിയാം എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന്? സ്വാമിന് എല്ലാം അറിയാം. ഞാൻ എല്ലാം അറിയുന്നവനാണ്. ഈ ആക്സിഡൻറ്റ് കൂടാതെ വത്സന് ഒരു വയറിളക്കവും കൂടെ വന്നില്ലായിരുന്നോ? വന്നായിരുന്നു സ്വാമി. സ്വാമിയുടെ കഴിവ് അപാരം തന്നെ. എനിക്കിനി എന്താ ഒരു പോം വഴി എൻ്റെ ഈ സമയദോഷം മാറാനായിട്ട്? സ്വാമി അതൊന്ന് പറഞ്ഞാലും. കഷ്ടമുണ്ട് സ്വാമി. ഞാൻ ദക്ഷിണ എത്ര വേണമെങ്കിലും തരാം സ്വാമി. എനിക്കൊരു പോം വഴി പറഞ്ഞതാ. എടാ, ദക്ഷിണ വേണമെന്ന് ചോദിക്കുന്നു. എത്ര പറയൂടാ? ഒരു 10,000 പറയടാ. 10,000 അതിലുറപ്പിച്ചോ? അത് പറ. വത്സ, നമുക്ക് ദക്ഷിണയുടെ ആവശ്യമൊന്നുമില്ല. നാം വത്സനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് വിളിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാലും വത്സൻ ചോദിച്ചതല്ലേ, ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടേക്ക് ഈ നമ്പറിലേക്ക്. ശരി സ്വാമി, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. എനിക്ക് ഉള്ള പോം വഴി ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഈ സമയദോഷം എങ്ങനെ മാറ്റിയെടുക്കും? അതിന് ഒരു വഴിയേ ഉള്ളൂ വത്സ. വത്സന് ഈ ദുർഘടം പിടിച്ച കാര്യങ്ങളെല്ലാം സംഭവിച്ചത് വിദ്യാലയത്തിൽ നിന്നല്ലേ. അപ്പോൾ വത്സൻ കുറച്ച് ദിവസത്തേക്ക് ഇനി വിദ്യാലയത്തിലേക്ക് പോവണ്ട. വിദ്യാലയോ? അതെന്താ സ്വാമി? എനിക്ക് മനസ്സിലായില്ല. അതെവിടെയാ വിദ്യാലയം? വത്സ, വിദ്യാലയം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സ്ഥലം, അതായത് കോളേജ്. എന്തായാലും വത്സൻ ഇനി കോളേജിലേക്ക് 2-3 ദിവസത്തേക്ക് പോവണ്ട. അതാണ് വത്സൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഈ സമയദോഷത്തിനും ഏറ്റവും നല്ലത്. കോളേജായിരുന്നോ? ഇല്ല സ്വാമി, ഇനി ഞാൻ കോളേജിലേക്ക് 2 ദിവസത്തേക്കെന്നല്ല, ഇനി 1 മാസത്തേക്ക് ഞാൻ പോണില്ല. ഞാൻ ലീവാ. ഇനി എന്നും ഈ അടിയൻ അല്ല, ഈ വത്സൻ എപ്പോഴും കുണ്ടാണ്ടി സ്വാമികളുടെ അടിമയായിരിക്കും. കുണ്ടാണ്ടി സ്വാമികളല്ല വത്സ, വത്സല കുണ്ടല സ്വാമികൾ. പിന്നെ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യാൻ മറക്കല്ല് കേട്ടാ. എന്നാ ശരി. ഏറ്റടാ ഏറ്റ്. ആ മണ്ടം വിശ്വസിച്ചു. അങ്ങനെ അവൻ്റെ ശല്യം തീർന്നു. ഒരു വെടിക്ക് 2 പക്ഷി. അവനും പോയി, കാശും കിട്ടി. എൻ്റെ കുണ്ടല സ്വാമിയെ എന്നെ രക്ഷിക്കണേ. കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ഇന്ന് അവനെ കാണാനേ പറ്റിയില്ല. ഓരോ തിരക്കിൻ്റെ ഇടയ്ക്ക് അവനെ കാണാൻ ചെല്ലുമ്പോൾ ഓരോരോ തടസ്സങ്ങളായിരുന്നു. എന്തായാലും നാളെ അവനെ പോയി കാണണം. അവനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ചുവന്നു വരുന്ന ആ 2 കവിളും അതുപോലെ തന്നെ പുറത്തേക്ക് വരുന്ന ആ മുയൽപ്പല്ലും ഒക്കെ എന്തോ വല്ലാതെ മിസ് ചെയ്യുന്നു.
നാളെ ഒന്ന് ആയാൽ മതിയായിരുന്നു. എടാ, എല്ലാം സെറ്റല്ലേ? ഇനി ആ മനുവിൻ്റെ ശല്യം ഉണ്ടാകത്തില്ലല്ലോ? അവനിനി വലിഞ്ഞു വല്ലം കയറി വരുമോ? ഇല്ലടാ, എല്ലാം സെറ്റാ. അവനിനി അടുത്ത കാലത്തൊന്നും ഈ കോളേജിലേക്ക് നോക്കണ്ട. എടാ, പുറത്തെന്താ ഭയങ്കര ഒരു ബഹളം, അടിയിടിയുടെയൊക്കെ സൗണ്ട്? ആ, ശരിയാണല്ലോ. അയ്യോ എടാ, സൂര്യ, നിഖിലേ, നിങ്ങൾ എവിടെ പോയി കിടക്കുവാടാ? സൂര്യ! എടാ അഖി, എന്താണ് പ്രശ്നം? നീ എന്തിനാ ഈ വിളിച്ചു കൂവിക്കൊണ്ട് വരുന്നേ? എന്താ? എടാ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എടാ, കോളേജ് മൊത്തം ഏതോ പാർട്ടിക്കാരുടെ ഗുണ്ടകൾ നിറഞ്ഞിരിക്കുക. എല്ലാവരും അടിക്കുന്നുമുണ്ട്, വെട്ടുന്നുമുണ്ട്, ഇടിക്കുന്നുമുണ്ട്. ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടാ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ. പാർട്ടിക്കാരുടെ ഗുണ്ടകളോ? അവരെന്തിനാ നമ്മുടെ ഈ കോളേജ് വളയുന്നേ? എന്തിനു വേണ്ടിയായിരിക്കും അവർ ഇത്ര അടിയൊക്കെ ഉണ്ടാക്കുന്നത്? എടാ, അതൊന്നും എനിക്കറിയില്ല. ഏതോ പാർട്ടിക്കാരുടെ ഗുണ്ടകളാണെന്ന് മാത്രം അറിയാം. അത് അവന്മാരുടെ ഇടയ്ക്ക് ആരോ ഒക്കെ പറയുന്നത് കേട്ടതാ. എടാ, സിറ്റുവേഷൻ കണ്ടിട്ട് ഭയങ്കര ഡേഞ്ചറാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങളെന്തായാലും പുറകു വഴി വണ്ടി എടുത്ത് നിൽക്ക്. ഞാൻ ക്ലാസ്സിൽ പോയി നമ്മുടെ ബാഗും മറ്റു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം. അത് വേണ്ടടാ സൂര്യ, നീ ഒറ്റയ്ക്ക് പോകണ്ട. ഇപ്പം തന്നെ ആകെ പ്രശ്നമാണ്. ക്ലാസ് റൂം മുഴുവനും അവന്മാർ വളഞ്ഞിരിക്കുക. നീ അങ്ങോട്ട് ചെന്നാൽ വേണ്ട, നീ ഞങ്ങളോടെ വാ. അതൊന്നും കുഴപ്പമില്ലടാ, നിങ്ങൾ ചെല്ല് പെട്ടെന്ന്, ഞാൻ വന്നേക്കാം. എടാ അബി, ആകെ പ്രശ്നമായിരിക്കും. എടാ, കോളേജ് മൊത്തം ഏതോ ഗുണ്ടകൾ, പാർട്ടിയുടെ എന്തോ ആണെന്ന് തോന്നുന്നു, ഗുണ്ടകൾ വളഞ്ഞിരിക്കുക. പെൺകുട്ടികളെന്ന് പോലും നോക്കാതെ എല്ലാവരെയും അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവന്മാരിവിടെ വെറുതെ വന്നതല്ല, ആരെയോ ടാർഗറ്റ് ചെയ്ത് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ, ഞാനും കണ്ടായിരുന്നടാ. എനിക്കും തോന്നുന്നത് അത് തന്നെയാണ്. അവന്മാർ ആരെയോ തിരയുന്നത് പോലെയാണ്. നീ എന്തായാലും നീളേനെ വിളിച്ചോണ്ട് ബാക്കിലെ സൈഡിൽ കൂടെ പൊക്കോ, വണ്ടി എടുത്ത്. ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. നീ എങ്ങോട്ട് പോണ്? എടാ സൂര്യ, നീയും വാ ഞങ്ങളുടെ. നിങ്ങൾ രണ്ടുപേരും ചെല്ല്. എല്ലാവരും കൂടെ പോയാൽ അവന്മാർ ശ്രദ്ധിക്കും. ഞാൻ പുറകിൽ കൂടെ വന്നേക്കാം, നീ ചെല്ല്. ഇഷേ, ഇവനിത് എവിടെ പോയി? ഇനി ആ ഗുണ്ടകളോട് വല്ലതും തല്ലുണ്ടാക്കാൻ പോയോ? ഇയാളിത് ആരെക്കുറിച്ചാണ് പറയുന്നത്? സാർ, അവൻ്റെ കാര്യം ഞാൻ ഏറ്റു. ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി ചെയ്ത് തീർത്തിട്ട് വരത്തുള്ളതെന്ന് സാറിന് അറിയാമല്ലോ. ആ ശങ്കർ മഹാദേവൻ്റെ മകനെ സൂര്യ, അവനെ കൊന്നിട്ടേ ഞാൻ എന്തായാലും തിരിച്ചു വരൂ. എടാ കോപ്പന്മാരെ, ഇവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ അവനെ പോയി തരയാൻ നോക്ക്. അവനെ ഇപ്പം തന്നെ നമുക്ക് തീർത്തിരിക്കണം. നമ്മുടെ സാറിൻ്റെ പാർട്ടിയോടാണ് അവൻ്റെ അച്ഛൻ്റെ കളി. മകൻ ചത്തു തൊലഞ്ഞ് കിടക്കുമ്പോൾ അയാളുടെ സൂക്കേട് മാറിക്കോളും. പെട്ടെന്ന് തപ്പി അവനെ തീർത്തിട്ട് നമുക്ക് പോവാം. സൂര്യ, ഇവന്മാർ സൂര്യ തീർക്കാനാണോ വന്നേ? പക്ഷേ എവിടെല്ലാം നോക്കി, ഇവൻ എവിടെ പോയി കിടക്കുക? ഓ, ഇവനെ കൊണ്ട് തോറ്റല്ലേ. ഇവനെന്തിന് ഇവരായിട്ട് അടി ഉണ്ടാക്കുന്നേ? എടാ, നീയൊക്കെ ഏതടുത്തിണ്ടികളെ ഞങ്ങളുടെ കോളേജിൽ വന്ന് ഉണ്ടാക്കാനായിട്ട്. നിന്നെയൊക്കെ ഓ, ഇവൻ ഒരു നടയ്ക്ക് പോവില്ല. എടാ സൂര്യ, ഇങ്ങോട്ട് വന്നേ. എടാ അബി, നീ എന്താ, നീ എന്നെ വിട്ടേ. നീ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണേ? വിടാനല്ലേ പറഞ്ഞേ? എടാ അബി, എൻ്റെ സ്വഭാവം മാറ്റില്ലും, മര്യാദക്ക് എന്നെ വിടാൻ നോക്ക്. ഇപ്പം നിന്നെ വിടാൻ എന്തായാലും എനിക്ക് ഉദ്ദേശമില്ല. നീ എൻ്റെ കൂടെ വന്നേച്ചാൽ മതി. വരാൻ നോക്ക്. എടാ, നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണേ? വിട്. എന്തായാലും കൊല്ലാനല്ല, വാ. നിനക്കെന്താ അബി, വട്ടാണോ? നീ എന്തിനാ എന്നെ ഈ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവന്നേ? വീരുക്കളെ പോലെ ഒളിഞ്ഞിരിക്കുന്നതല്ല ആണത്തം, അവരെ കയറി മേയുന്നത് ആണത്തം. നീ വിട്ടേ. അതൊക്കെ എനിക്കും അറിയാം, പക്ഷേ സന്ദർഭത്തിനൊത്ത് പെരുമാറണം. അവർ വന്നിരിക്കുന്നത് നിന്നെ തീർക്കാനാ. അതിലൊരുത്തൻ ഫോൺ വിളിച്ച് ആരോടെ പറയുന്നത് ഞാൻ കേട്ടതാ. നിൻ്റെ അച്ഛൻ്റെ എതിർ പാർട്ടിയിലുള്ള ശത്രുക്കളാണെന്ന് തോന്നുന്നു. നിൻ്റെ അച്ഛൻ്റെ പേരും അയാൾ ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. നിന്നെ ടാർഗറ്റ് ചെയ്താ അവന്മാർ വന്നിരിക്കുന്നത്. നിനക്ക് അവന്മാരോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവന്മാർ 100-150 പേരുണ്ട്. അല്ലാതെ നീ സിനിമയിൽ കാണുന്ന ഹീറോ ഒന്നും അല്ലല്ലോ ഇത്രയും പേര് ഒറ്റയ്ക്ക് അടിച്ചിടാൻ. നീ ഒരു സാധാരണ മനുഷ്യനാ. ഞാനൊരു സാധാരണ മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചാലും 19 പേരെയൊക്കെ അടിച്ചിടാൻ പറ്റും. പിന്നെ നീ എന്തിനാ എന്നെ രക്ഷിച്ചേ? ഞാൻ നിൻ്റെ ശത്രു അല്ലേ? ഇതോടെ തീരട്ടെന്ന് വിചാരിക്കാൻ വയ്യായിരുന്നോ? അപ്പം നിനക്ക് ഈ കോളേജിൽ ഒറ്റയ്ക്ക് വലസി നടക്കാമല്ലോ. അതിന് നീയല്ല ഞാൻ.
എൻ്റെ ഈ കോളേജിലെ ഏക ശത്രു നീയല്ലേ. നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരായിട്ട് മത്സരിക്കും? അതിനൊരു ഗുമ്മ് കാണില്ല. അതാ ഞാൻ നിന്നെ രക്ഷിച്ചത്. അല്ലാതെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലും കൊണ്ടൊന്നുമല്ല. അങ്ങനെ നീ കാണുകയേ വേണ്ട, കേട്ടല്ലോ. ഓ അങ്ങനെ, ശരി ആയിക്കോട്ടെ. അതെന്താ ഒരു സൗണ്ട് കേട്ടെ? നമ്മുടെ റൂമിൻ്റെ വാതിൽ ആരോ പൂട്ടുന്നതല്ലേ കേട്ടെ? ഓ പെട്ടല്ലോ ഇതിനകത്ത്. നീ കാരണം എല്ലാം. നിനക്ക് മതിയായല്ലോ. ഇനിയിപ്പോൾ രാവിലെ വരെ ഇതിനകത്ത് കിടക്കണം, ആരെങ്കിലും തുറന്നു തരുന്നവർ. ഇത്തിരി കഷ്ടമാണ് നോക്കിയേ. ഓ നീ മാത്രമല്ലല്ലോ ഇതിനകത്ത് പെട്ടുപോയത്, ഞാനും കൂടെ അല്ലേ. അത് നിനക്ക് വേണ്ടി. അപ്പം നീ കിടന്നേ പറ്റൂ, കേട്ടല്ലോ. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്ന? ഓ ഞാൻ നിന്റെ ഭംഗി കണ്ട് നോക്കിയതല്ല, നിന്റെ ചുണ്ട് പൊട്ടിയിരിക്കുന്നു. അടിക്കടെ സംഭവിച്ചതായിരിക്കും. അതായിരുന്ന കാര്യം. അത് ആ അടിക്കടെ പൊട്ടിയതാ. ചുണ്ടിൽ ബ്ലഡ് നന്നായിട്ട് കട്ട പിടിച്ചിരിപ്പുണ്ടല്ലോ. അതിപ്പോൾ കളഞ്ഞില്ലെങ്കിൽ പിന്നെ കളയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. ഞാൻ വേണമെങ്കിൽ നിനക്ക് ക്ലീൻ ചെയ്ത് തരാം. അത് വേണ്ട, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം. വേണ്ട, ഞാൻ തന്നെ ചെയ്തു തരാം. നീ ഇവിടെ ഇരിക്കുക. എന്താ, വേദനിച്ചോ? ചെറുതായിട്ട്. സോറി, ഞാൻ പതുക്കെ ചെയ്തു തരാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിൻ്റെ ചുണ്ടിൻ്റെ താഴെ കാണുന്ന മറുക് ഒറിജിനലാണോ? ഒറിജിനലാ. ഹായ് കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. ഈ പാട്ടിൽ മൊത്തം കോമഡിയും മറ്റ് സീനുകളൊക്കെ അല്ലായിരുന്നു. ഇനി നെക്സ്റ്റ് പാട്ട് തൊട്ട് ഈ മൊത്തം റൊമാൻസും അതുപോലെ തന്നെ ജലസ് സീനുകളായിരിക്കും കൂടുതലും. അപ്പം കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്യണേ.